ബിജെപിക്ക് കോതമംഗലം നഗരസഭാ കൗൺസിലിലേക്ക് പ്രവേശനം നേടിക്കൊടുത്ത ഗീതാ ജയകുമാറിനെ സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ച് ബിജെപി നേതാക്കൾ. 156 വോട്ട് നേടി വിജയിച്ച ഗീതാ ജയകുമാർ നഗരസഭാ കൗൺസിലിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്. താനൊരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. നാളിതുവരെയായി ചെറുതോ വലുതോ ആയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ പങ്കെടുത്ത് പരിചയവുമില്ല. എന്നാൽ കന്യംഗത്തിൽ തന്നെ കാലെടുത്തു വച്ചത് UDF കോട്ടയായ കോതമംഗലം നഗരസഭയിലേക്ക്, അതും NDAയുടെ സ്ഥാനാർത്ഥിയായി 156 വോട്ടുകൾ നേടിക്കൊണ്ട്. ഗീതാ ജയകുമാറിന്റെ വിജയത്തോടെ കോതമംഗലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ്. തന്റെ വിജയത്തെക്കുറിച്ച് ഗീതാ ജയകുമാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. എനിക്ക് ജയിക്കും എന്നൊരു തോന്നൽ വന്നു. കാരണം നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു, ഈ വാർഡിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു തോന്നൽ വന്നു. പിന്നെ ഞാനിവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടും ഞാനിവിടെ എല്ലാവരോടും സഹകരിച്ചായിരുന്നു. പിന്നെ ഇവിടെ റെസിഡൻസ്, നമ്മുടെ അടുത്തുള്ള അമ്പലം എല്ലാത്തിനും ഞാൻ കൂടുമായിരുന്നു. പിന്നെ ജനങ്ങളുമായിട്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഇടപഴകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടി. ചുമതല ഏറ്റെടുത്തതിനു ശേഷം നഗരവികസനത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതികൾക്കായിരിക്കും മുൻഗണന നൽകുക. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി കാത്തിരിക്കുന്ന ഗീതാ ജയകുമാറിനെ സന്ദർശിച്ച് അഭിനന്ദനം അറിയിക്കാനായി എത്തുകയാണ് BJPയുടെ വിവിധ നേതാക്കൾ. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.